മൊബൈൽ ഫോൺ ഉണ്ടാവും, അത് സൈലന്റ് മോഡിലാക്കുക, റെക്കോർഡിംഗ് ഓൺ ചെയ്യുക. കാരണം ഈ വ്യക്തിയുടെ നാവിൽ നിന്ന് പല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിയിട്ടാണ് ഇന്ന് ഉമ്മർ സാർ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആയത്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തി എന്താണോ പറഞ്ഞത് അത് കറക്റ്റ്, വേറെ അതിനൊരു വ്യതിചലിക്കാതെ നടന്നു. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരു കാര്യം വളരെ നിർബന്ധമാണ്. എന്താ അറിയോ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? അത് അനുസരണശീലമുള്ളവരാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? എന്താണ്? തന്റെ പ്രവർത്തനം കൊണ്ട് തന്റെ അപ്ലൈന് വരുമാനം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളും പച്ച തോട്ട ചരിത്രം ഇവിടെയില്ല. കാര്യം മനസ്സിലായോ? എന്റെ അപ്ലൈൻ എന്ത് കിട്ടുന്നില്ല, എന്റെ കൂടെ ഉള്ളവന് എന്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അതുവഴി എനിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാ ചിന്തിക്കണ്ടേ. ആ ഒരു മെത്തേഡ് താഴോട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ വലിയൊരു ടീം ഉണ്ടാക്കി. അങ്ങനെ ഉമ്മർ സാറ് പന്നൂരിൽ നിന്നാണെങ്കിൽ മലപ്പുറം, അങ്ങനെ മൊത്തം ഏരിയയിലേക്ക് നമ്മൾ ടീം വളർന്നു. അങ്ങനെ വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയരാൻ കാരണക്കാരനായ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. ഒരു ശക്തമായ കൈയടിയോടുകൂടെ അദ്ദേഹത്തിന് നമുക്ക് എന്തോ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ മൈക്ക് ബെല്ലി സാറിന് കൈമാറുന്നു. സാർ പ്ലീസ്. താങ്ക് യു സ്റ്റേ സാർ. നിങ്ങൾ മൊബൈല് റെക്കോർഡ് ഓൺ ചെയ്യണമെന്നില്ല. ഞാൻ അങ്ങനെ കാര്യമായി എന്തെങ്കിലും പറയാനും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഒരു സെലിബ്രേഷനാണ്. ഉമർ ഉസ്താദിൻ്റെ വളരെ വേഗത്തിലുള്ള ഒരു വിജയം നമ്മൾ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുമ്പോൾ ചില ആശംസകൾ പറയുന്ന കൂട്ടത്തിൽ എന്നെ അറിയുന്നവർക്കറിയാം, എന്തെങ്കിലും രണ്ട് കഥ പറയുന്ന പണി എനിക്കുള്ളൂ. അങ്ങനെ രണ്ട് കഥ പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഉമർ ഉസ്താദ് ഉണ്ടായത്? ഇതൊരു പക്ഷേ നേരത്തെ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും, ലീഡേഴ്സ് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ പുതിയ ആളുകൾക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവാൻ ഈ കഥ ധാരാളമാണ്. റോബർട്ട് ബാച്ച് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികൻ എഴുതിയ ഒരു കഥയുടെ പേരാണ് സീകൾ അഥവാ കടൽക്കാക്ക. ഒരു കടൽക്കാക്കയുടെ ജീവിതം ഒരുപാട് യാത്രകൾ ചെയ്ത ഒരു മനുഷ്യൻ ഒപ്പിയെടുത്ത് അതൊരു പുസ്തക രൂപത്തിലാക്കിയതാണ്. അത് യാദൃശ്ചികമായി വായിക്കാനിട വന്നപ്പോൾ അദ്ദേഹം ഇത് ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി, പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിന് വേണ്ടി മാത്രം എഴുതിയതാണോ എന്നെനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ആ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാഗ്രഹിക്കുന്നത്. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയ ബോട്ടുകൾ, തോണികളെല്ലാം നേരം വെളുക്കുമ്പോൾ പുലർച്ചയ്ക്ക് അതിരാവിലെ അതിന് ഹാർബറിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിറയെ മത്സ്യങ്ങളുമായി. അങ്ങനെ ഇഷ്ടംപോലെ തോണികൾ, ബോട്ടുകൾ നിറയെ മത്സ്യങ്ങളുമായി നന്നേ പുലർച്ചെ ഹാർബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുലർച്ചയ്ക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന കടൽക്കാക്കകൾ ആ ബോട്ടുകൾ കണ്ടപ്പോൾ, മത്സ്യം കണ്ടപ്പോൾ പരസ്പരം ശബ്ദമുണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി ആ തോണിക്ക് ചുറ്റും, ബോട്ടിന് ചുറ്റും അങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പുറംകടലിൽ ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരൊറ്റ മത്സ്യം പോലും ഈ കടൽക്കാക്കകൾ കൊത്തിയെടുക്കാതിരിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ കാക്കകളെ ആട്ടിപ്പായിക്കുകയാണ്. അതേസമയം ഈ കൊണ്ടുവന്ന മത്സ്യം അത് കൊട്ടകളിലേക്കും പെട്ടികളിലേക്കും വാങ്ങി വിൽക്കാൻ തയ്യാറുള്ള കുറേ മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ടുകൾ കാത്തു നിൽക്കുകയാണ്. അവരവരുടെ കൊട്ടകളും പെട്ടികളുമായി ബോട്ടിനടുത്തേക്ക്, തോണിക്കടുത്തേക്ക് ഓടിച്ചില്ല. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ മത്സ്യങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കൊട്ട കണക്ക്, പെട്ടി കണക്ക്. അതിനിടയിൽ കുറേ കടൽക്കാക്കകൾ ഒരു മത്സ്യങ്ങളും കൊത്തിയെടുക്കാൻ വേണ്ടി നേരെ ബോട്ടിനടുത്തേക്ക് പറന്നു വരുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ അവയെ ആട്ടി ഓടിക്കുന്നുണ്ട്, ഒറ്റ മത്സ്യം കൊടുക്കുന്നില്ല. എന്നാൽ ഈ കൊട്ടയിലേക്കും പെട്ടിയിലേക്കും മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ചീഞ്ഞ മത്സ്യങ്ങളും ചെറിയ മത്സ്യങ്ങളും, വിൽക്കാൻ കഴിയാത്ത മത്സ്യങ്ങളെ അവരെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ചെറിയ മത്സ്യങ്ങളെയും ചീഞ്ഞ മത്സ്യങ്ങളെയും കൊത്തി തിന്നാൻ വേണ്ടി കടൽക്കാക്കകൾ മത്സരിക്കുകയാണ്, പോരടിക്കുകയാണ്. സ്വാഭാവികമായും ഒരു മത്സ്യം വലിച്ചെറിയുമ്പോൾ ഒരു കൂട്ടം കടൽക്കാക്കകൾ അങ്ങോട്ട് പറക്കുകയും
അതിൽ ഏതോ ഒരാൾക്ക് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് ചില ആൾക്ക് വേദനിക്കും, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. ചില ആൾ കുറ്റം പറയും, അത് മറ്റോ കൊണ്ടുപോയി. ചില കാക്കകൾ ബഹളം വെക്കും. അങ്ങനെ കിട്ടാത്തവരൊക്കെ അവരവരുടെ രൂപത്തിൽ അവർ വ്യത്യസ്ത ശബ്ദം ഉണ്ടാക്കി ആ വേദന പങ്കിടുന്നുണ്ട്. എന്നാൽ മത്സ്യം കിട്ടിയ കടൽക്കാക്കകൾ അതും കൊണ്ട് ദൂരേക്ക് പറക്കുകയാണ്. കാരണം എൻ്റെ കൊക്കിൽ നിന്ന് വേറൊരുത്തം കൊണ്ടുപോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് കിട്ടുന്ന മത്സ്യങ്ങളുമായി ആ കടൽക്കാക്കകൾ ദൂരേക്ക് പറക്കുകയാണ്. അങ്ങനെ രണ്ട് കാക്കകൾ അവർക്ക് കിട്ടിയ മത്സ്യങ്ങളുമായി അങ്ങ് ദൂരേക്ക് പറന്ന് മറ്റു കാക്കകളുടെ ശല്യമില്ല എന്ന് ഉറപ്പുവരുത്തി ഒരു തെങ്ങോലയിൽ ഇരുന്ന് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുകയാണ്. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അങ്ങനെ കിട്ടിയ മത്സ്യം കഴിച്ചു കഴിഞ്ഞ സമയത്ത് അതിൽ ഉമ്മ തൻ്റെ ഭർത്താവിനോട് പറയാണ്, ഭാഗ്യത്തിന് നമുക്ക് രണ്ടാക്കും മീൻ കിട്ടി, നമ്മൾ രണ്ടുപേരുടെ വിശപ്പ് മാറി. പക്ഷേ നിങ്ങൾ നമ്മളെ മകനൊന്ന് നോക്ക്, അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ അവിടുന്ന് പറന്ന് കളിക്കുകയാണ്. മത്സ്യമൊക്കെ എപ്പോൾ തീരും, നമ്മളെ മോൻ പട്ടിണിയാവും. ഓൻ കളിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവർ തിന്നാൻ ഒറ്റ മത്സ്യം അവിടെ ഉണ്ടാവില്ല, അവൻ പട്ടിണിയാവും. എന്നിട്ട് വേദനയോടെ ആ ഉമ്മ മകനെ വിളിക്കാണ്, മോനെ വെറുതെ ഇങ്ങനെ പറന്ന് കളിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കി, ഭക്ഷണം കഴിച്ചത് നീ വേണേ പറക്കാൻ പോയിക്കോ, ഭക്ഷണമൊക്കെ ഇപ്പൊ തീരും, ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മയ്ക്കുള്ള കിട്ടിയിട്ടുണ്ട്, നീ കൂടി ഒന്ന് ഭക്ഷണം കഴിക്കി. അപ്പോ ഈ ചെറുപ്പക്കാരൻ കാക്ക പറയാണ്, മനുഷ്യന്മാര് വലിച്ചെറിയുന്ന വേസ്റ്റ് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുന്നു, എനിക്ക് വേണ്ട മനുഷ്യന്മാര് വലിച്ചെറിയുന്ന വേസ്റ്റ് മത്സ്യങ്ങൾ. നമ്മൾ കടൽക്കാക്കകളാ, നമുക്ക് ദൈവം രണ്ട് ചിറകുകൾ തന്നത് ഉയർന്നു പറക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഉയർന്നു പറക്കാൻ ശ്രമിക്കുകയാണ്. ഉമ്മ നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് ആ വേസ്റ്റ് മത്സ്യം വേണ്ട. ഇത് കണ്ടപ്പോ ഉമ്മ ഉപ്പാനോട് പറഞ്ഞേ, കണ്ട 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 ഞാൻ പറയുന്ന മോൻ കേൾക്കണില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ ഉപ്പ പറഞ്ഞു, മോനെ നമ്മൾ കടൽക്കാക്കളാ, നമുക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ. നമ്മള് കുലങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാ, നീ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഉപ്പ പറയണ കേക്ക്, നീ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കാക്ക തിരിച്ചു വയ്ക്കണ, ഉപ്പ നാണോ ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ദൈവം നമുക്ക് രണ്ട് ചിറകൾ തന്നു ഉയർന്നു പറക്കാനല്ലേ. എന്നോട് ഉയർന്നു പറക്കെന്ന് പറയേണ്ട എൻ്റെ ഉപ്പ തന്നെ എന്നോട് ഈ വേസ്റ്റ് മത്സ്യം തിന്നാൻ വേണ്ടി നിർബന്ധിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വില കളയരുത്, എനിക്ക് ആ ഭക്ഷണം വേണ്ട. അങ്ങനെ ഉപ്പയെ എതിർത്തപ്പോ ഉമ്മ അടുത്ത വഴി നോക്കി. മക്കൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മക്ക് വലിയ വേദനയാണ്. ഉമ്മ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞ്, ഞാനും ഉപ്പയും പറഞ്ഞിട്ടൊന്നും മോൻ കേൾക്കണില്ല, നിങ്ങളെ ഒരു അടുത്ത കൂട്ടുകാരല്ലേ, നിങ്ങളൊന്ന് ഉപദേശിക്ക്, അവനോടൊന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ പറയും. അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാർ കാക്കകൾ അവർ വിളിച്ചു പറഞ്ഞു, ഇടാ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോ, വീട്ടുകാരെ വെറുതെ വിഷമിക്കല്ലേ. ആ സമയത്ത് പറയുന്നത്, അയ്യയ്യേ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ, കണ്ടവന്മാർ വലിച്ചെറിഞ്ഞ വേസ്റ്റ് ഭക്ഷണം കഴിക്കേണ്ട നിങ്ങൾക്ക് ഉയർന്നു പറക്കണല്ലേ. പഴയ ആളുകൾ അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങളെ പറയാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഒന്ന് നിരസിക്കുകയാണ്. ഇത് കടൽക്കാക്കകളുടെ കുലത്തിൽ വലിയ ചർച്ചയായി. അങ്ങനെ ആ വർഷത്തെ കടൽക്കാക്കകളുടെ കുടുംബ സംഗമം നടക്കുകയാണ്, ഫാമിലി മീറ്റ് നടക്കുകയാണ്. ആ ഫാമിലി മീറ്റിൽ വെച്ച് ഏതോ ഒരു കാക്ക ഈ വിഷയം ഉന്നയിച്ചു. നമ്മളെ കൂടുതൽ ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ, ആരും പറയണേ കേൾക്കാണ്ട് നടക്കണേ, എന്താണ് കാരണവര് നിങ്ങളുടെ അഭിപ്രായം? ആ കാക്കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളുണ്ടാവുമല്ലോ, കുലത്തിലെ കാരണവര്. ആ കുലത്തിലെ കാരണവർ മറുപടി പറഞ്ഞു, നമ്മൾ കടൽക്കാക്കകളാണ്, നമ്മൾ വർഷങ്ങളായി തലമുറകളായി ഇതേപോലെയാണ് ജീവിക്കുന്നത്. മനുഷ്യന്മാർ വലിച്ചെറിയുന്ന വേസ്റ്റ് മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അത് കഴിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ, അത് കഴിച്ച് ജീവിച്ചോളണം. അതല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മാറി ചിന്തിക്കുന്നതും മാറി ഈ കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നതും ഈ കുലത്തിന് അംഗീകരിക്കാനാവില്ല. അങ്ങനെ ഈ കുലത്തിന് അംഗീകരിക്കാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ ഈ കുലത്തിന് പുറത്തു പോകണോ? എന്താ നിന്റെ അഭിപ്രായം?
ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റുന്നു, അവന്റെ നിലപാട് ആവർത്തിച്ചു. അവൻ പറഞ്ഞു, നമ്മൾ കടൽക്കാക്കകളാണ്, നമുക്ക് ദൈവം ചിറകുകളൊന്നും ഉയർന്ന് പറക്കാൻ വേണ്ടിയാ, കണ്ടവരെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് തിന്നാൻ എന്നെ കിട്ടില്ല. അപ്പൊ കാരണം ഒരു കാക്ക പറഞ്ഞു, കടക്ക് പുറത്ത്, കടക്ക് പുറത്ത്. അങ്ങനെ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ കുലത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന, കുലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചെറുപ്പക്കാരനായ കാക്കയാണ് നമ്മുടെ കഥാനായകൻ. അയാളുടെ പേരാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ. ജോനാഥൻ ലിവിങ്സ്റ്റൺ ആണ് നമ്മുടെ കഥാനായകൻ. ഇത് ഞാനിട്ട പേരല്ല, സായിപ്പിട്ട പേരാ. നമുക്ക് എളുപ്പത്തിന് ജോനാഥൻ എന്ന് വിളിക്കാം. അങ്ങനെ ജോനാഥൻ കുലത്തിൽ നിന്ന് പുറത്തായി. ആ കുലത്തിൽ നിന്ന് പുറത്തായപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം അവൻ നന്നായി ഉപയോഗപ്പെടുത്തി. ഇപ്പോ അവൻ ഉയർന്നു പറക്കുന്ന സമയത്ത് അവനെ പിന്നോട്ട് വലിക്കാൻ, ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാൻ, നിർബന്ധിക്കാൻ ആരുമില്ല. അവൻ കുലത്തിന് പുറത്താക്കൂടാനാ. ഇനി കടൽക്കാൽ കൂടത്തിൽ അവന് ഉപ്പയില്ല, അവന് ഉമ്മയില്ല, അവന് സഹോദരങ്ങളില്ല, അവന് കൂട്ടുകാരില്ല. അവൻ കുലത്തിന് പുറത്താക്കപ്പെട്ടവനാ. ആ കുലത്തിന് പുറത്താക്കപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് അവൻ പരമാവധി സമയം ഉയർന്ന് പറക്കാൻ ശ്രമിച്ചു. ഇപ്പോ സാധാരണ കടൽക്കാക്കകൾ പറക്കുന്നതിനേക്കാൾ ഉയരത്തിലും കടലിനകത്തേക്കും പറക്കാനുള്ള കഴിവ് അവൻ നേടിക്കഴിഞ്ഞു. അവന്റെ ചിറകുകൾക്ക് ഭയങ്കരമായ ഉറപ്പ് വെച്ചു. കടലിനകത്തേക്ക് ദീർഘദൂരവും പറക്കും. സാധാരണ പരുന്തുകളെ പറക്കുന്ന പോലെ ചിറകടിക്കാതെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ അവൻ പറന്ന് ശീലിച്ചു. അങ്ങനെ ഒരു ദിവസം ആസ്വദിച്ച് കടലിനെ മേലേക്ക് കൂടി അങ്ങനെ പറക്കുന്ന സമയത്ത് താഴേക്ക് നോക്കിയപ്പോ അവൻ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. കടലിൽ നിന്ന് വെള്ളം അങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്ത് കടലിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ കരിങ്കല്ലിലേക്ക്, കരിങ്കൽ പാറയിലേക്ക് വെള്ളം വന്ന് ആഞ്ഞടിക്കുമ്പോൾ അതിൽ പെട്ട് പടയുന്ന ചില പച്ച മത്സ്യങ്ങളെ അവൻ കണ്ടു. അവൻ നേരെ താഴേക്ക് പറന്നിറങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അടുത്ത വെള്ളം തിര വന്ന് ആഞ്ഞടിച്ചപ്പോ അതിനകത്ത് പെട്ട ഒരു വലിയ മീൻ അങ്ങനെ പെടയാണ്. അവൻ നേരെ പോയി കൊത്തിയെടുത്തു. വലിയൊരു മീന്, ജീവനുള്ള മത്സ്യം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവനുള്ള മത്സ്യത്തെ അവൻ കഴിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു മത്സ്യത്തെ കഴിക്കുന്നത്. ആ മത്സ്യത്തെ അവൻ ആസ്വദിച്ച് കഴിച്ചു. ഇപ്പോ എല്ലാ ദിവസവും അവിടേക്ക് പറക്കും. എന്നിട്ട് നല്ല ഉഗ്രം ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം അവനിങ്ങനെ ആലോചിക്കും, ഇത്രയും നല്ലൊരു മത്സ്യത്തെ ഇതുവരെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കഴിക്കാനൊരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഇത്രയും നല്ലൊരു മത്സ്യം എൻ്റെ സഹോദരൻ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ ജീവനുള്ള മത്സ്യങ്ങളെ കഴിക്കാൻ എൻ്റെ കുലത്തിൽ ഒരു കടൽക്കാക്കും കഴിഞ്ഞില്ലല്ലോ എന്നവൻ വേദനിക്കും. എന്ത് ചെയ്യാനാ? അവരൊന്നും മാറി ചിന്തിക്കാൻ തയ്യാറല്ല. അങ്ങനെ ജോനാഥൻ ആസ്വദിച്ച് ജീവിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കടലിന്റെ മേലേക്ക് കൂടി അങ്ങനെ പറക്കുന്നു. ആ സമയത്താണ് അതുവഴി പറന്നു പോകുന്ന സ്വർണ്ണ നിറമുള്ള 6 പക്ഷികൾ ഇവനെ ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞ്, നീ ഒരു സാധാരണ കടൽക്കാക്കയല്ലല്ലോ. സാധാരണ കടൽക്കാക്കകൾ കടലിനകത്ത് ഇത്ര ദൂരം പറക്കാറില്ലല്ലോ. നിനക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. നീ ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെ പുതിയൊരു ലോകം കാണിക്കാം. ഇത് കേട്ടപാടെ അവരെ കൂടെ അങ്ങ് പറന്നു പറന്ന് 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 ഒരുപാട് ദൂരം പറന്ന് അവരൊരു പുതിയ ദ്വീപിലെത്തി. ആ ദ്വീപിലെത്തി അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവൻ കാണുന്ന മനോഹരമായ കാഴ്ച, അവിടെ നല്ല ശുദ്ധമായ വെള്ളം, അതിനകത്ത് കൊത്തിത്തിന്നാൻ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ, നല്ല വെള്ളം, നല്ല ഭക്ഷണം, നല്ല വായു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോരടിക്കുന്ന ഒരു പക്ഷി പോലും അവിടെ ഇല്ല. അങ്ങനെ അവിടുത്തെ പക്ഷികളൊക്കെ നോക്കുന്ന സമയത്ത് അവരെല്ലാം വലിയ പ്രാർത്ഥനക്കാരാ, കൂട്ടമായി പ്രാർത്ഥിക്കുന്ന പക്ഷികൾ. അങ്ങനെ കൊണ്ടുപോയോട് ചെന്ന് ചോദിച്ചു, നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? അവർ പറഞ്ഞ്, പരിചയപ്പെടുന്നതിന് മുമ്പേ ഇവിടെ 1-2 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ട്, നമുക്ക് ആദ്യ ട്രെയിനിങ്ങിന് പോവാം. ഈ 6 പേർ ചെന്ന് ഒരു മീറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ ചിയാൻ എന്ന് പറയുന്ന ഒരു പക്ഷി ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ പാടെ ചിയാനെ കൊണ്ട് പരിചയപ്പെടുത്തി. ചിയാൻ പറഞ്ഞു, അയ്യോ അവർ പങ്കെടുക്കുന്ന ക്ലാസ് ഈ ക്ലാസ് അല്ലല്ലോ,
ഇപ്പം പുതിയ ആളല്ലേ, പുതിയ ആൾക്കുള്ള ഒരു ക്ലാസ് അപ്പുറം നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ മതി, ഈ സെഷൻ വേണ്ടി ഇരിക്കണ്ട. അവിടെ വേറൊരു പക്ഷി ക്ലാസ് എടുത്തുകൊടുക്കണ്, പുതിയ പക്ഷികൾക്കുള്ള ആ ക്ലാസ് ഇവ നന്നായി ആസ്വദിച്ച് കേട്ടു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ കൊണ്ടുപോയ പക്ഷികൾ ഗുരുവിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പറഞ്ഞ് എന്ത് സംശയമുണ്ടെന്ന് എനിക്ക് ചോദിക്കാം, ഇതാണ് നമ്മളെ പുതിയ ആൾക്ക് ട്രെയിൻ ചെയ്ത ഗുരു. അത് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ശരിക്കും മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് ഗുരു ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതൊരു ഭയങ്കര ചേഞ്ചിങ് ആണ്. എനിക്ക് ഈ ട്രെയിനിങ് അപാരമായി ഇഷ്ടപ്പെട്ടു. ഇനി സംശയം നിങ്ങൾ ചോദിച്ചോളൂ. എനിക്കൊരൊറ്റ സംശയമുള്ളൂ, അത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ധൈര്യമായി ചോദിക്കാം, പുതിയ ആളല്ലേ, എന്തും ചോദിക്കാം. അപ്പോ ആ ജൊനാഥൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു ഇതാണോ ശരിക്കും സ്വർഗം? ഗുരു ചോദിച്ചു, അന്നാ നീ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഞാൻ സ്വർഗത്തെ കേട്ടത് മുഴുവനും അങ്ങനെയാണ്. അവിടെ നല്ല ഭക്ഷണമുണ്ട്, അവിടെ നല്ല വെള്ളമുണ്ട്, അവിടെ നല്ല സമാധാനമുണ്ട്, പരസ്പരം പോരടിക്കുന്ന പക്ഷികളെ ഇല്ല, എല്ലാവരും നന്മ സംസാരിക്കുന്നവരും നന്മ ചെയ്യുന്നവരും മാത്രമാണ്. അതെല്ലാം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുകയാണ്, ഇതാണോ സ്വർഗം? ഹലോ, ഇതിന് ഗുരു പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഗുരു പറയാണ്, പ്രിയ സുഹൃത്തേ, സ്വർഗമെന്നൊന്നും ഇല്ല ഈ ലോകത്ത്, സ്വർഗമെന്നൊന്നും ഇല്ല ഈ ലോകത്ത്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും നിങ്ങളുടെ നന്മയുടെയും പൂർത്തീകരണമാണ് സ്വർഗം. അതല്ലാതെ വേറൊരു സാധനമില്ല. അപ്പോ ചിരിച്ചും കൊണ്ട് ഈ ജൊനാഥൻ ചോദിക്കാണ്, അപ്പൊ ഞാൻ സ്വർഗത്തിലെത്തിയോ? ഗുരു ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ഇപ്പൊ നല്ല സന്തോഷത്തിലും നന്മയിലുമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്രയും സന്തോഷം ഒരു കാലഘട്ടം വേറെ ഉണ്ടായില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാ ഞാൻ സ്വർഗത്തിൽ എത്തിയെന്ന്. ഗുരു പറയാണ്, ഇല്ല, നീ നിന്റെ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരുപക്ഷെ എത്തിയേക്കാം, പക്ഷെ നന്മയുടെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. നന്മയുടെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ നീ തിരിച്ചു നാട്ടിലേക്ക് പോകണം. എന്നിട്ട് നിന്റെ കുലത്തിൽ ഇന്നും കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോരടിക്കുന്ന, പ്രയാസപ്പെടുന്ന കുറച്ച് കടൽക്കാക്കുകളെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണോ. എന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവണോ. അവർക്ക് ഭയങ്കര സന്തോഷമാകുമ്പോ നിന്നിൽ നന്മയുണ്ടായി. അപ്പോ അങ്ങനെ കുറച്ചു പേരെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ നീ സ്വർഗത്തിലെത്തുള്ളൂ. ഇത് കേട്ടപാടെ മൂപ്പര് തിരിച്ചു പറഞ്ഞു, ഒരു മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാനില്ല, ഞാൻ ഇപ്പൊ പോവാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിട്ടു. അപ്പോഴേക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് പോയിട്ട്. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നേരം വെളുക്കുന്നുള്ളൂ. ആൾ താഴേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച, സാധാരണ പോലെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ആ മത്സ്യം കിട്ടാൻ വേണ്ടി കടൽക്കാക്കകൾ ചുറ്റും പറക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടൽക്കാക്കകളെ ആട്ടി ഓടിക്കുന്നുണ്ട്. അവര് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചീഞ്ഞു പോയ മത്സ്യങ്ങൾ, ചെറിയ മത്സ്യങ്ങളെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് കൊത്തി തിന്നാൻ വേണ്ടി കാക്കകൾ പരസ്പരം പോരടിക്കുന്നുണ്ട്. ഇതൊന്നും നോക്കാതെ ഒരു ചെറുപ്പക്കാരൻ കാക്ക അങ്ങനെ ഉയർന്ന് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറക്കാൻ ശ്രമിച്ച കാക്കയെ കണ്ടപ്പോ ഇവനും തോന്നി, ഞാൻ ആദ്യം മുട്ടേണ്ടത് ഇവരെയാണ്. അങ്ങനെ ആള് പോയി പരിചയപ്പെട്ടു. സുഹൃത്തെ, നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് ഫ്ലക്ചർ. അത് സായിപ്പെട്ട പേരാ. എൻ്റെ പേര് ഫ്ലക്ചർ. അല്ല ഫ്ലക്ചറെ, നീ എന്താ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ പറക്കുന്നത്? അവിടെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ഭയങ്കര മത്സരം നടക്കല്ലേ, നീ എന്താ ഒന്നും നോക്കാത്തത്? അപ്പൊ ഫ്ലക്ചർ പറയാണ്, നമ്മൾ കടൽക്കാക്കകളാ. കടൽക്കാക്കകൾ ദൈവം ചിറകുകൾ തന്നു ഉയർന്ന് പറക്കാൻ വേണ്ടിയിട്ടാ. മനുഷ്യന്മാര് വലിച്ചെറിഞ്ഞ വേസ്റ്റ് ഞാൻ പോരടിക്കാൻ ഞാനില്ല. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി, ഞാൻ കറക്റ്റ് ആളെ കണ്ടതെന്ന്. അപ്പൊ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, എൻ്റെ കൂടെ പോരിന്ന്. അങ്ങനെ ആ ട്രെയിനിങ്ങിന് ഫ്ലക്സറിനെയും കുട്ടി മൂപ്പർ അങ്ങോട്ട് പോയി. അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞു. രണ്ടുപേർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞങ്ങള് സ്വർഗത്തിലെത്തണമെങ്കിൽ നന്മ ചെയ്യുന്ന ഒരാളോ, നന്മ ചെയ്യണമെങ്കിൽ കുറെ ആൾക്കാർ കൊണ്ടുവരണോ. ഒരു തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു.
നാട്ടിലേക്ക് ഇങ്ങോട്ട് പറന്നു ചെന്നിട്ട് അവര് നിലവിൽ കണ്ട എല്ലാ കാക്കോളും പറയും, ഇതാ മക്കളെ, വെറുതെ നിങ്ങളൊന്നും ഈ വേസ്റ്റ് ഭക്ഷണത്തിന് വേണ്ടി പോരടിക്കണ്ട, മല്ലിടണ്ട, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ പോരി, നിങ്ങൾക്കൊക്കെ സ്വർഗം ഞങ്ങൾ കാണിച്ചു തരാം, അടിപൊളി ഫുഡ്, നല്ല കാലാവസ്ഥ, നല്ല വെള്ളം, നല്ല സന്തോഷവും, പോരി. ഇത് കേട്ട സമയത്ത് കുലത്തിലെ കാരണവർ പറഞ്ഞ്, പിശാചുക്കാണത്, കൊന്നുകളി രണ്ടരെ, ഈ കടൽക്കാക്കളെ വഴിതെറ്റിക്കാൻ വന്ന രണ്ട് പിശാചുകളത്, കൊന്നുകളി. ഇത് കേട്ടപ്പോ കടൽക്കാക്കൾ കൂട്ടത്തോടെ ഈ രണ്ടിനെയും കൊല്ലാൻ വേണ്ടി തെറി വിളിച്ചോണ്ട് ഓടി വന്നു, പറന്നു വന്നു. ഈ രണ്ടെണ്ണോ പറന്ന് രക്ഷപ്പെട്ടു. കാരണം ഒരു ഡെയിലി ഉയർന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് വേഗത്തിൽ ഒരു മേലത്തേക്ക് പറന്നു. ബാക്കി പുറകെ പറഞ്ഞ കാക്കളെല്ലാം ചിറകൾ കുഴഞ്ഞു പോയി, ഒരു ക്ഷീണിച്ചു പോയി. ഇവന്മാർ രണ്ടും രക്ഷപ്പെട്ട് നേരെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഗുരുവിനോട് പറഞ്ഞ്, ഇങ്ങനെയാണ് നമുക്ക് സ്വർഗം വേണ്ട, ഇപ്പൊ തന്നെ എല്ലാവരും കൂടി കൊല്ലേനും, എങ്ങനെയോ രക്ഷപ്പെട്ടതാ, ഞങ്ങൾ രണ്ടുപേരും എമ്മാരി പറക്കലാ പറഞ്ഞത്, അങ്ങനെ കഴിച്ചിലേതാ, നിങ്ങൾ വെറുതെ ഞങ്ങളെ കൊല്ലാൻ കൊടുക്കരുത്, ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. അപ്പൊ ഗുരു പറയണേ, എന്തെങ്കിലും സംഭവിച്ച കാര്യം പറയൂ. ഞങ്ങൾ ചെന്ന പോടെ അവിടെ കഷ്ടപ്പെടുന്ന കടൽക്കാക്കോടൊക്കെ പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടല്ലേ, നമുക്ക് നല്ല സ്വർഗമുണ്ട്, നല്ല ലോകമുണ്ട്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഒരു ഞങ്ങൾ പിശാചുക്കളാൻ പറഞ്ഞ് കൊല്ലാൻ വന്ന്. അപ്പൊ ഗുരു പറയാ, ഇങ്ങോട്ട് ആരാ അങ്ങനെ പറയാൻ പറഞ്ഞത്? ഒരു കാരണവശാലും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ പരസ്യമായി പറയരുത്. അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ നിങ്ങൾ എതിർക്കും, അവിടെ പരസ്യമായി പറയരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ പകൽ സമയങ്ങളിൽ ആരെങ്കിലുമായി ചെന്ന് കൂട്ടുകൂടണം. എന്നിട്ട് രാത്രി കാലങ്ങളിൽ അവരെ കൂട്ടിച്ചെന്ന് 4, 5, 6 കാക്കകളെ മാത്രം വെച്ച് ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം. എന്നിട്ട് അവിടെ വെച്ച് മിസ്റ്റർ ഫ്ലെക്സർ നിങ്ങൾ പ്ലാൻ പറയണം. അതിനുശേഷം മിസ്റ്റർ ജോനാഥൻ നിങ്ങൾ അവരെ സംശയങ്ങൾ തീർത്ത് സംസാരിക്കണം. അതിൽ കുറച്ചുപേര് സംശയങ്ങളൊക്കെ ചോദിക്കും. ആ സംശയങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഇങ്ങോട്ട് ട്രെയിനിങ്ങിന് കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ കൂട്ടമായി വീണ്ടും പോകണം. അങ്ങനെ അവര് നാട്ടിൽ തിരിച്ചു പോയി കാത്തു നിന്ന് പകൽ ചില ആളുകളൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കി രാത്രി അവരെ വീട്ടിൽ ചെന്ന് ഓരോരോ മരക്കൊമ്പിലും ഓരോരോ ഹോം മീറ്റിങ്ങുകൾ. ആ ഹോം മീറ്റിങ്ങിൽ നന്നായി ഫ്ലെക്സർ പ്ലാൻ പറഞ്ഞ് എല്ലാ സംശയവും തീർത്ത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ജോനാഥൻ സംസാരിച്ച് അങ്ങനെ കേട്ടൊരു കുറേ ആൾക്കാർ ആലോചിക്കാൻ പറഞ്ഞ് കുറച്ചാൾ പറഞ്ഞ് ഞങ്ങളുണ്ടത്. അങ്ങനെ 6 കാക്കകൾ കൂറുമാറി. അങ്ങനെ നിലവിലുള്ള 2ഉം 6ഉം ചേർന്ന് 8 ആൾക്കാർ ചിയാൻ്റെ അടുത്തേക്ക് പറന്ന്. ചിയാൻ്റെ ഗംഭീര ട്രെയിനിങ്. അവർ 8 പേര് തിരിച്ചു വന്ന് അവിടുന്ന് ഓരോ കൊമ്പിലും മീറ്റിംഗ് നടത്താൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ കടൽക്കാക്കളെല്ലാം ഉയർന്ന് പറക്കാൻ തുടങ്ങി. കടലിനകത്തേക്ക് പറക്കാനുള്ള കരുത്ത് നേടി. അവര് ആ പാറയിലടിക്കുന്ന നല്ല പച്ച മത്സ്യങ്ങളെ കൊത്തി തിന്നാൻ തുടങ്ങി. ഇപ്പോ ദാരിദ്ര്യം കൊണ്ട് തെറി വിളിക്കുന്നില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇറക്കുന്നില്ല. അവർക്ക് വലിയ സമ്പന്നരായി മാറി. അങ്ങനെ കടൽക്കാക്കൾ, സമ്പന്നരായ കടൽക്കാക്കളുടെ ഫാമിലി മീറ്റിംഗ്, കുടുംബ മീറ്റിംഗ് വീണ്ടും നടക്കുകയാണ്. നമ്മളെ പഴയ കാരണവർ അവിടെ ഉണ്ട്. കുലത്തിലെ കാരണവർ കാക്ക പറയാണ്, പിന്നെ നമ്മളെ ഈ കടൽക്കാക്കളുടെ ഇടയിൽ ഇങ്ങനെ സമ്പന്നത വന്നതിന്റെ പിന്നിൽ, ഇങ്ങനെ കാക്കകളൊക്കെ മാറിയതിന് പിന്നിൽ ഒരു മഹാനായ കാക്കയുണ്ട്. ആ കാക്കയുടെ പേരാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ. അത് കാരണവർ പറയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര കയ്യടി. ആ സമയത്ത് പിറകെ നിന്ന് ജോനാഥൻ എഴുന്നേറ്റുന്നു. എന്നൊരാൾ പറഞ്ഞ്, ഞാൻ മഹാനായ കാക്കയല്ല, ആദ്യം ഉയർന്നു പറക്കാൻ ശ്രമിച്ച വെറും ഒരു കാക്ക മാത്രം. അത് കഴിഞ്ഞു. ഹലോ, നീ വല്ലതും പിടികിട്ടിയോ? അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് ചെറിയ വരുമാനം കൊണ്ട് ഒതുങ്ങി ജീവിച്ച് വയറ് മുറുക്കി കൊടുത്ത് കുളിക്കാനും പ്രാഥമിക കർമ്മം നിർവഹിക്കാനൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വന്ന്
കുറേ ആൾ ഉസ്താദെ നിങ്ങളത് ചെയ്യാൻ പാടില്ല പറഞ്ഞ് അതിനൊക്കെ മാറ്റി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ ആൾ ബിസിനസ് കൊണ്ടുവന്ന് ഒരു കുറേ സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉയർന്നു പറക്കുന്ന മഹാനായ കാക്കയുടെ പേരാണ് ഉമർ ഉസ്താദ് കൊടുവള്ളി. ഇന്ന് ഒരുപാട് മദ്രസ അധ്യാപകരുടെ ജീവിതത്തിലേക്ക് 3500 മുതൽ 7000 വരെ ശമ്പളം വാങ്ങിയവരിൽ നിന്ന് ആഴ്ച വരുമാനം 25,000, 50,000, 1 ലക്ഷം രൂപയ്ക്ക് മേലെ വാങ്ങിച്ചു കൊടുക്കാവുന്ന തരത്തിലേക്ക് നമ്മളെ ഉമർ ഉസ്താദ് ഉയർന്നതിൻ്റെ പിന്നിലുള്ള കഥയാണ് ഞാൻ ഇപ്പം കൂടെ പറഞ്ഞത്. ഇവിടെ ആദ്യത്തെ തീരുമാനം മാറി ചിന്തിക്കലാണ്. ഇത്രയും കാലം ഞാൻ പഠിച്ചു വെച്ചത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭൂമി പരന്നതാണെന്ന് ചിന്തിച്ച് ജീവിച്ച ഒരുപാട് വർഷങ്ങൾ മനുഷ്യനുണ്ടായിരുന്നു. അവിടുന്ന് അവന് മനസ്സിലായി അത് തെറ്റായിരുന്നു, ഭൂമി ഉരുണ്ടതാണ് എന്ന്. ഇനിയും ഞാൻ കാണുന്നത് പരന്നിട്ടാണ്, പരന്നത് തന്നെ അവർ വാശി പിടിക്കരുത്. ലോകം മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം പല സത്യങ്ങളും പുറത്തു വരും. ആ സത്യങ്ങൾ അവനവന്റെ ചിന്തയിൽ ശരിയാണോ അല്ലയോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ട് അത് ബോധ്യം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണോ. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നിങ്ങളൊരു പക്ഷേ ഇന്നലകളിൽ മണീച്ചേനെ കണ്ടിട്ടുണ്ടാവും, ആൾക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടാവും, തട്ടിപ്പുകാരെ കണ്ടിട്ടുണ്ടാവും, പിടിച്ചുപറൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളെ വേദനിപ്പിച്ചവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് തന്നെയാണ് എല്ലാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതൊരു പക്ക കച്ചവടമാണ്. ലോകത്ത് പണക്കാരെ സൃഷ്ടിക്കുന്നത്, സമ്പന്ന സൃഷ്ടിക്കുന്നത് കച്ചവട ബിസിനസ്സാണ്. ലോകത്ത് പണക്കാരെ സൃഷ്ടിക്കുന്നത്, സമ്പന്ന സൃഷ്ടിക്കുന്നത് ബിസിനസ്സാണ്, അതല്ലാതെ ജോലിയല്ല. നമ്മളെല്ലാവരെയും അധ്യാപകം പഠിപ്പിച്ചതും രക്ഷിതാക്കൾ പഠിപ്പിച്ചതും നന്നായി പഠിച്ചൊരു ജോലി വാങ്ങാനാണ്. പക്ഷേ ലോകത്തെ പണക്കാരെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബിസിനസ്സുകാരാ, ജോലിക്കാരല്ല. ആ ഒരു മാറുന്ന ചിന്ത അനിവാര്യമാണ് നമുക്ക്. ഇനി ഓരോ കാലഘട്ടത്തിലും ചെയ്യാവുന്ന ഓരോ ബിസിനസ്സുകളുണ്ട്. 1940 വരെ ലോകത്ത് വിജയിച്ചവർ പണക്കാർ, ഭൂവുടമകളാണ്, ജന്മിമാരാ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജന്മിമാരുണ്ടായിരുന്നു, ഭൂവുടമകളുണ്ടായിരുന്നു. 1940 ശേഷം പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ആളുകൾ വ്യവസായങ്ങൾ തുടങ്ങി, ഫാക്ടറികൾ ലോകത്തെമ്പാടും കെട്ടിപ്പൊക്കി, ഒരുപാട് ഉൽപാദനം തുടങ്ങി. ആ ഉൽപാദനം തുടങ്ങിയതിൽ ഏറ്റവും മികച്ച ഉൽപാദനം എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച വ്യവസായം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇരുമ്പുരുക്ക് വ്യവസായമായിരുന്നു. 1940 മുതൽ 60 വരെ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരെ സൃഷ്ടിച്ചത് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. 1940 മുതൽ 60 വരെ സ്റ്റീൽ ഇൻഡസ്ട്രി വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിൽ 80 കഴിഞ്ഞപ്പോൾ ലോകത്ത് വീണ്ടും ഒരു മാറ്റം ഉണ്ടായി. അത് പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തമായിരുന്നു. പിന്നീട് അങ്ങോട്ട് റെവല്യൂഷൻ ആയിരുന്നു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിക്കകത്ത്. ആരൊക്കെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ അവനൊക്കെ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. 60 മുതൽ 80 വരെ ലോകം ഭരിച്ചത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. 80 കഴിഞ്ഞപ്പോൾ ലോകത്തെമ്പാടും വീണ്ടും ഒരു മാറ്റം ഉണ്ടായിട്ടത് അത് ഇലക്ട്രോണിക്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും കാലഘട്ടമാണ്. ഇന്ത്യ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തത് 1990 ശേഷമാണ്. 80 മുതൽ 2000 വരെ ഇലക്ട്രോണിക്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും വ്യാപകമായ പ്രചാരണം നടന്നു. 2000 കഴിഞ്ഞപ്പോൾ ഒരു പുതിയ മേഖല നമ്മുടെ മുമ്പിലേക്ക് വന്നു, അത് IT ആണ്. അതുവരെ നമുക്കൊന്നും കേട്ടുപരിചയമില്ലാത്ത ഒരു പുതിയ മേഖലയെ ലോകം ആക്സെപ്റ്റ് ചെയ്തു, അത് സ്വീകരിച്ചു. പക്ഷേ ഇന്ന് IT തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 2026 ജനുവരി മാസം 1-ാം തീയതി പിറന്നത്, അന്നത്തെ പത്രം ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മാതൃഭൂമി പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന് 1.5 ലക്ഷത്തിലധികം IT തൊഴിലാളികളെ പല കമ്പനികളും ഇന്ത്യയിൽ പിരിച്ചുവിട്ടുവെന്ന. അതിൽ 32,000 ആളെ പിരിച്ചുവിട്ടത് ടാറ്റ കമ്പനിയാണ്. IT തകർന്നു. ITക്ക് പകരമായി വളർന്നുകൊടുക്കുന്നത് AI ആണ്. അത് AGI എന്നും ASI എന്നും പുതിയ ഡെവലപ്മെന്റിലേക്ക് പോവുക. അതുകൊണ്ട് വരുമ്പോഴേക്കും നിലവിൽ IT മേഖലയിൽ തൊഴിലെടുത്തിട്ടുള്ള 70% ആളുകളും തൊഴിൽ ശാലയിൽ പുറത്തേക്ക് വരുന്ന കണക്ക്. ഇനി വരാൻ പോകുന്ന 5-10 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ 2 ലക്ഷത്തിലധികം വരുന്ന ടാക്സി തൊഴിലാളികൾ തൊഴിലില്ലാതെ പുറത്തേക്ക് വരുന്ന കണക്ക്. ഇന്ന് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ മുഴുവൻ പണം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കണക്ക്. അതൊക്കെ ഇനി റോബോട്ടുകൾ നിയന്ത്രിക്കാൻ പോകുന്നത്. അതിന് AGI സഹായിക്കൂ.
കമ്പ്യൂട്ടറുകളൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇനി ബാങ്കിങ് മേഖലയിൽ ജോലി എടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും മലപ്പുറത്ത് ബ്രാഞ്ചിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു 10-20 തൊഴിലാളികൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള 1-2 പേരൊക്കെ ബാങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരു ബ്രാഞ്ചിനകത്ത് ജീവനുള്ള 2 പേരേ ഉണ്ടാവുള്ളൂ, ഒരു ബ്രാഞ്ച് മാനേജറും ഒരു അസിസ്റ്റന്റ് ആവും. ബാക്കി മുഴുവൻ AI ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ AGI ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വലിയ ഇൻകം വാങ്ങുന്ന തൊഴിലാളികളെല്ലാം ആ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് 1940 മുതൽ കൊണ്ടായ മാറ്റം വെച്ച് 2000 കഴിഞ്ഞ് 2020 ആകുമ്പോൾ ലോകത്തെ വലിയ പണക്കാരൊക്കെ, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള റോബർട്ട് കിയോസാക്കിയോടും പോൾസൺ ഫിൽസർ എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഇന്നും ജീവിക്കുന്ന ഇതിഹാസം, അവരോടൊക്കെ ചോദിക്കുകയാണ് ഇനി ഏത് മേഖലയാണ് ലോകത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അയാൾ പറയാണ് ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വെൽനസ് ഇൻഡസ്ട്രിയാണ്. പോൾസൺ ഫിൽസർ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും മികച്ച പുസ്തകത്തിന്റെ പേരാണ് വെൽനസ് റവല്യൂഷൻ. ഇപ്പോ ഗൂഗിൾ കയറി സൈറ്റ് കിട്ടുമോ സാധനം? വെൽനസ് റവല്യൂഷൻ. ആ റവല്യൂഷനാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്. ഈ മാറ്റം ഇന്നലെകളിലൊക്കെ പണക്കാർ മാത്രമേ അറിയുന്നുള്ളൂവെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളെയും മൊബൈൽ ഫോണുകൾ മിനി കമ്പ്യൂട്ടർ ആയപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഏത് സാധാരണക്കാരും ഇന്ന് എല്ലാ അറിവും കിട്ടുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുന്നുണ്ടെങ്കിൽ റീൽസ് കാണുന്നതിന് പകരം വാട്സപ്പ് നോക്കുന്നതിന് പകരം ഇത്തരം ഇൻഫർമേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മികച്ച മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ വെൽനസ് ഇൻഡസ്ട്രിക്കകത്ത് ഇന്ത്യയെ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളൊന്നാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കർഷകർ പണിയിൽ പണിയെടുക്കുന്ന സ്ഥലമാണ് ഈ രാജ്യം. അവിടെ കേന്ദ്ര ഗവൺമെന്റ് നോക്കുകയാണ് എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല വലിയ തകർച്ചയിലേക്ക് പോയി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതൊന്ന് പിടിച്ചു നിർത്തണം. അതിന്റെ ഭാഗമായ സൈഡ് എഫക്റ്റ് വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖങ്ങൾ മാരകമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അമേരിക്കയിലെ ഒരു കമ്പനി, ഒരു വ്യവസായ കമ്പനി, വ്യവസായികൾ ഇന്ത്യ രാജ്യത്ത് 25,000 കോടി രൂപ മെഡിക്കൽ മേഖല മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആശുപത്രിയിൽ മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. കച്ചവടക്കാരാ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ പണം മുടക്കിയ ലാഭം കിട്ടുന്ന എവിടെ നോക്കിയ സമയത്ത് അവരത് കണ്ടെത്തിയ കേരള. കാരണം പാടങ്ങൾ, നിലവലികൾ ഇങ്ങനെ തകർന്നു പോയൊരു മേഖല വേറെ ഇല്ല. അതിൽ 2500 കോടി കൊണ്ടുപോയി മുടക്കിയത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. ഇന്ത്യ രാജ്യത്തേക്ക് മൊത്തം വന്ന് 25,000 കോടിയിൽ 2500 കോടി മുടക്കിയത് കോഴിക്കോട് ഒരു ആശുപത്രിയില്ല, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക്. മിംസിലാകും മെയ്ത്രയിലൊക്കെ പണം മുടക്കിയിട്ടുണ്ട്. ഹലോ, വ്യവസായികൾ ഒരു മേഖലയിൽ പണം മുടക്കുന്നത് പുണ്യം കിട്ടാനോ ലാഭം കിട്ടാനോ? നിങ്ങളീ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രസ്റ്റാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം, ഓ നന്നായി, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കുന്നു. ഇത് പ്രൈവറ്റ് സെക്ടറിൽ വലിയ മത്സരം നടക്കുമ്പോൾ ഏറ്റവും മികച്ച ലാഭം കൊയ്യാൻ വേണ്ടിയ പണം കൊണ്ടൊന്ന് മുടക്കുന്നത്. അതിന് കാരണം എന്താ? കാർഷിക മേഖല ഏറ്റവും നന്നായി തകർന്ന, പൂർണ്ണമായും തകർന്ന ഒരു സ്റ്റേറ്റായി വേണേൽ കേരളത്തിൽ കാണാം. കാർഷിക മേഖല തകർന്നാൽ കൃഷിഭൂമി കുറയും, കൃഷിഭൂമി കുറഞ്ഞാൽ അധ്വാനം കുറയും, അധ്വാനം കുറഞ്ഞാൽ ആരോഗ്യം കുറയും, ആരോഗ്യം കുറഞ്ഞാൽ അസുഖം കൂടും. 1990കളിലെ പുതിയ നയത്തിന്റെ ഭാഗമായി ഒരുപാട് വലിയ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഇന്നത്തെ ബാങ്കിങ് മേഖല ഇങ്ങനെ മാറിയത് ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഇന്ന് പണം കടം ചോദിക്കുന്നതിന് പകരം പണം പറപ്പിക്കാൻ പറയുന്നത് ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഫോൺ പേയും ജിപേയും ഒക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷേ കാർഷിക മേഖല തകർച്ചയുണ്ടായത്. ആ കാർഷിക മേഖലയുടെ തകർച്ച അസുഖത്തിലാണ് ആളുകൾ എത്തിക്കുക. ഇന്ന് കേരളത്തിൽ മാത്രം ഒരു ദിവസം 114 പേർക്ക് പുതുതായി ക്യാൻസർ വന്നു കൊടുക്കുന്നു. ലോകത്ത് ഷുഗറിന്റെ പറുദീസ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ ഷുഗറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആയിരിക്കും. ഇന്ത്യയിൽ ഷുഗറിന്റെ, പ്രമേഹത്തിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കേരള. ഇതിനൊക്കെ ചെറുക്കാൻ വേറെ വഴികളൊന്നും നമ്മുടെ മുമ്പിലില്ല. അസുഖം വരാണ്ടിരിക്കണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്നുകിൽ നന്നായി അധ്വാനിക്കണം,
അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഇത് രണ്ടും മലയാളിക്ക് ഇപ്പൊ പറ്റില്ല. ഹലോ, നിങ്ങൾ പരിചയമുള്ള കരാറ് കോൺട്രാക്ടർമാരുണ്ടെന്ന് ചോദിച്ചു നോക്ക് ഇപ്പൊ എന്താ അവസ്ഥ എന്ന്. തെരഞ്ഞെടുപ്പിന്റെ പേരും പറഞ്ഞ് ബംഗാളിൽ നാട്ടിൽ പോയതിനു ശേഷം ഒരു പണി ഇവിടെ നടക്കണില്ല, എല്ലാം പോയി. മമത പറഞ്ഞ് ഇവിടെ വന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ റേഷൻ കാർഡിൽ പേര് കിട്ടുന്നത്. ഇവരെല്ലാം കൂടി പോയിട്ട് മമതന്റെ പേരങ്ങ് കിട്ടി. ഇപ്പം ആള് പുറത്തായി. ഹലോ, അത് പറയേണ്ടില്ല എന്നപ്പോ തോന്നുന്നു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ലട്ടാ, കൂടുതലങ്ങ് പറഞ്ഞു പോയതാ. അപ്പോ കേരളത്തിൽ പണിയെടുക്കുന്നവരില്ല. ഹോട്ടലിൽ പോയാൽ ചായ തരാൻ ബംഗാളി, തുടയ്ക്കാൻ ബംഗാളി, അകത്ത് പോയാൽ ബംഗാളി, എവിടെ നോക്കിയാലും ബംഗാളി, കൺസ്ട്രക്ഷൻ മൊത്തം ബംഗാളി, ടൈൽസ് പണിക്ക് ബംഗാളി, ഇന്റീരിയർ ഡെക്കറേഷന് ബംഗാളി. ഹലോ, ഇപ്പോ മലയാളികളെ നമ്മൾ, പ്രത്യേകിച്ച് മലപ്പുറംകാർ, ഗൾഫിൽ എവിടേക്കോ പോയി പണിയെടുത്തിട്ട് കുറേ പൈസ ഇങ്ങോട്ട് അയക്കും. ആ പൈസ മൊത്തം വാങ്ങിയിട്ട് ബംഗാളി നാട്ടിലേക്ക് അയക്കൂ. അതല്ലേ അവസ്ഥ. ശരിക്കും പണിയെടുക്കുന്നത് നമ്മളെ ആൾക്കാർ ആടാ, പൈസ ഉണ്ടാക്കുന്നത് ബംഗാളിൽ പുറത്ത്. നമ്മളടുത്ത് പൈസ ഒന്നുമില്ല. ഈ അവസ്ഥയപ്പോഴത്. അപ്പൊ എൻ്റെ വിഷയം ബംഗാളിലല്ല, എൻ്റെ വിഷയം മലയാളികൾ അധ്വാനിക്കുന്നതിനാണല്ലോ. ക്യാൻസർ വന്ന ആളുകൾ സ്വന്തക്കാരും ബന്ധുക്കാരും മരിച്ചു വീഴുന്ന കാണുമ്പോൾ, ഷുഗർ വന്ന് പലരുടെയും കിഡ്നി നഷ്ടപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും അംഗവൈകല്യം, ഇത് കൈയും കാലൊക്കെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് നേരിട്ട് കാണുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം എന്നുള്ളത്. അത് കാണാതിരിക്കുന്നുള്ളൂ. കേരളത്തിൽ മാത്രം ഒരു ദിവസം 114 പേർക്കാണ് ക്യാൻസർ വന്നുകൊടുക്കുന്നത്. ഒരു ദിവസം. ഒരു വർഷത്തിൽ 45,000-ന് മേലെ ആളുകൾ പുതിയ ക്യാൻസർ പേഷ്യൻസായി മാറുകയാണ്. ഇന്നലെയൊക്കെ പ്രായമുള്ള ആളുകൾ ക്യാൻസർ എന്ന അസുഖത്തെ പേടിയോടെ പറയാം, ക്യാൻസറാ എന്ന്. ആ ക്യാൻസർ എൻ്റെ നിങ്ങളെ കുടുംബത്തിലൊക്കെ ആരൊക്കെയോ പിടിച്ചിട്ടുണ്ട്, നമുക്കറിയാം. തൊട്ടടുത്ത അയൽവാസികൾ ഏതൊക്കെ കുടുംബത്തിൽ കയറിയിട്ടുണ്ട്. നിങ്ങളെ വീടിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ അവനകത്ത് കയറും. അത് കയറാതിരിക്കാനുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ പേരാണ് 95. വേണേ കിട്ടുക. ക്യാൻസർ ചെറുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ വേണേ ഡോക്ടേഴ്സിനോട് പോയി ചോദിക്കുക. വലിയ ഡോക്ടറൊന്നുമില്ല, നിങ്ങൾ ഡോക്ടറോട് പോയി ചോദിക്കുക, സാർ മാഡം ക്യാൻസർ വേദനയ്ക്ക് എന്താ ചെയ്യേണ്ടത്? അവർ പറയും ക്യാൻസർ വേദനിക്കാൻ നല്ല ആന്റി ഓക്സിഡന്റ് കഴിക്കണം. നല്ല ആന്റി ഓക്സിഡന്റ് എവിടെ വേണം കിട്ടുക? എവിടെ സാർ കിട്ടുക? അത് മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരുവിലുണ്ട്. അതെവിടെ കിട്ടുക? അതൊരുക്കറിയില്ല. ഇനി അഥവാ മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരു ഈ പെണ്ണുങ്ങളെ നിങ്ങളെ വീട്ടിലോട് കൊണ്ടു തന്ന് നിങ്ങൾ റെഡി ആയിക്കോ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കാനാ? എന്താക്കാൻ നിങ്ങൾക്കിട്ട് അറിയില്ല. അപ്പൊ പിന്നെ മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരു തിന്നിട്ട് ക്യാൻസർ ചെറുക്കാൻ പോണില്ല. ചെയ്യാവുന്ന ഒറ്റ പണി മാത്രമേ ഉള്ളൂ. വൈകുന്നേരങ്ങളൊക്കെ പോയിട്ട് 130 ഉറുപ്പ്യ കൊടുത്തൊരു ഷവർമ തിന്നുന്ന നിങ്ങൾക്ക്, 80 ഉറുപ്പ്യയും 100 ഉറുപ്പ്യയും കൊടുത്ത് ജ്യൂസ് വയ്ക്കുന്ന നിങ്ങൾക്ക്, അതിന് പകരം ലോകത്ത്, ഇന്ത്യയില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് തെളിയിക്കപ്പെട്ട 9 ലക്ഷത്തിന് മേലെ ഒറാക്വായിലുള്ള 95 ജ്യൂസ് ഒരു നേരെങ്കിലും ഒന്ന് കഴിച്ചാൽ ഈ ക്യാൻസറിനെ തടുക്കാം. ക്യാൻസർ വന്നവരെ അതിനകത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനും, സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ആളുകൾക്ക് തിരിച്ച് ജീവിതത്തിൽ വരുന്നതിനൊക്കെ ഒരുപാട് 95 സഹായിച്ചിട്ടുണ്ട് എന്ന് ഈ അസുഖം വന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാൻസർ ചികിത്സ മുഴുവൻ 95 ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, 95 പോലുള്ള നല്ല ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക് സ്ഥിരമായി ചെന്ന് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന വലിയ മാരകമായ അസുഖത്തെ ചെറുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് കുറേ ആളുകൾക്ക് നല്ലൊരു ജീവനും ജീവിതമായിരിക്കും. ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് നല്ല സമ്പത്ത് വയ്ക്കും. നമുക്ക് സമ്പത്ത് കിട്ടുകയും ചെയ്യും, മറ്റവന് ആരോഗ്യം കിട്ടുകയും ചെയ്യും. ഇത് രണ്ടും ചേർന്ന് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സന്തോഷവും നന്മയും ഒരുമിച്ച് ചേരുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പറ്റെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുക. അപ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുക്കാതെ ഒരു സമയത്ത് അങ്ങ് TC ആയി പോയവരും ഒരു ഭാഗത്ത് അങ്ങ് ലെഗ് വാർന്നവരൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ വരുമ്പോൾ 6 പ്രൊഡക്റ്റ് അതിനകത്തുള്ളൂ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 22ഓളം പ്രൊഡക്റ്റിലേക്ക് മാറി. ഇപ്പം 147 പ്രൊഡക്റ്റ് ഉണ്ട്. കമ്പനി MD പറയണത്
വരുന്ന 2030 ആകുമ്പോഴേക്കും 1000-ലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവുന്ന. അപ്പോൾ 95 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല, പിന്നെ ഡയബാലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് സ്ത്രീകൾ ഒരുപാട് ആശ്രയിക്കുന്ന ബ്യൂട്ടി പാർലറിലേക്ക് പോവാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ ഇപ്പോൾ കമ്പനി 5 പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് വ്യത്യസ്ത തരത്തിൽ, വ്യത്യസ്ത നിറത്തിൽ, ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ, ഏറ്റവും മികച്ച BV-യിൽ. പിന്നെ ഐലൈനർ, പുരികത്തിന് നിറം കൂടുന്നത്, ഇതിനെന്താ പറയുക, നെയിൽ പോളിഷ്. ഞാൻ ഇതൊന്നും ഉപയോഗത്തോടെ എനിക്ക് വലിയ പിടിയില്ല. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടുള്ളവരൊക്കെ നല്ല ആരോഗ്യവന്മാരായിട്ടും സ്ത്രീകളൊക്കെ നല്ല സുന്ദരികളായിട്ടും കാണാനും നമ്മളൊക്കെ നല്ല സമ്പന്നരാവാനുള്ള ഉൽപ്പന്ന കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെട്ട കാര്യമില്ല. 5 നിറത്തിൽ മാറി മാറി തേച്ചാൽ മതി. ഹലോ, തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ സുന്ദരിയായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അത് നമ്മളെ കമ്പനി ഉൽപ്പന്നം നമുക്ക് ഒന്നുകൂടി സന്തോഷമായി. ചെറിയ ചെലവിൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാം. അപ്പോൾ വരുന്ന 2030-ലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 1000-ലധികം പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരു പക്ഷേ ഈ കമ്പനിയുടെ പോക്ക് കണ്ടിട്ട് നേരത്തെ ഇതിന്റെ പാരന്റ് കമ്പനി ഇന്ത്യയിലെ ചില സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ടൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അവിടുന്ന് നമ്മൾ അരിയും മുളകും പഞ്ചസാര എന്ത് സാധനം വാങ്ങിക്കത് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്കൊരു BV കയറുന്ന കമ്പനിയുടെ MD-യുടെ മകൻ പറഞ്ഞത്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ MD ആയ പയ്യൻ പറഞ്ഞത്, നിഖിൽ ചന്ദ്ര സാർ പറഞ്ഞത്, ഈ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ കമ്പനി നമ്മൾ ടൈപ്പ് ആവുന്ന, ഇത് പെട്രോളിയം കമ്പനി. ബിജു BK സാർ ചുരുങ്ങിയ 25,000 രൂപയ്ക്ക് 20,000 രൂപയുടെ മേലെ പെട്രോൾ അടിക്കുന്നുണ്ട് ഇല്ലേ ബി സാറേ? 20 അടിക്കില്ലേ? ആ 20,000 അടിച്ചാൽ വെള്ളിക്കൊരു വരുമാനം ഉറപ്പിക്കാന്ന്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ കാറിലും നിങ്ങളെ ബൈക്കിലും ഒക്കെ എന്തായാലും പെട്രോൾ ഡീസൽ അടിക്കൊക്കെ തർക്കമൊന്നുമില്ല. അതൊക്കെ അടിക്കുന്ന സമയത്ത് 75% കയറില്ലെങ്കിലും ചെറിയൊരു വരുമാനം നമ്മളെ അക്കൗണ്ടിൽ കയറുന്നു. നമുക്ക് ഉറപ്പിക്കാല വരുമാനം. ഭാവിയിലേക്ക് 10,000-കണക്കിന് പ്രൊഡക്റ്റ് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു വേണ്ട, ഈ 1000 പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും പെട്രോളും ഡീസലും എല്ലാം ചേർത്തിട്ട് ഒരു 10,000 രൂപേൻ്റെ ബിസാർക്ക് 22,000 മറ്റേ ഡീസലിന് മാത്രം, പെട്രോളിന് മാത്രം വേണോ? ശരാശരി അരിയും പലവ്യഞ്ജനങ്ങളും വെൽനസ് ഉൽപ്പന്നങ്ങളും ഈ കോസ്മെറ്റിക്സും പെട്രോൾ ഡീസലും ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങളൊരു 10,000 രൂപേൻ്റെ പർച്ചേസ് നടത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോ കുടുംബം മാറുമ്പോൾ, അങ്ങനെ 500-1000 പേര് ടീമിലുണ്ടെങ്കിൽ അവരൊക്കെ എത്രത്തോളം സമ്പന്നരാവാനുള്ള സാധ്യതയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തിന് മേലെ ആളുകൾ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എനിക്ക് തന്നെ കണക്കൂട്ടാൻ പറ്റുന്നില്ല. അത്തരത്തിലേക്ക് ഇൻകം മാറാൻ പോണത്. ഈ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചോ. നിങ്ങളെ കൂടെ വരുന്ന ആളുകളൊക്കെ ഈ മാറ്റത്തിനൊപ്പം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ അതൊക്കെ വലിയൊരു കുതിച്ചാട്ടമായി ഇൻകമായി മാറാൻ നിങ്ങളിത് സഹായിക്കും. അതുകൊണ്ട് നേരത്തെ വന്നവരൊക്കെ ഒന്ന് കണ്ട് കൂട്ടിപ്പിടിച്ച് ആക്ടിവേറ്റ് ആക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്നും പുതിയ ആളോട് ബിസിനസ് പറയാൻ ഒരു മടിയും കാണിക്കരുത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് ആളെച്ചെറുക്കലായി കാണണ്ട. തുടക്കത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആളെച്ചെറുക്കലായി തോന്നിയിട്ടുണ്ടെങ്കിൽ ശരി, കൊണ്ടുവന്ന ആളുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ആളെ ദൈവതുല്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ ഉസ്താദ് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അതിനകത്തേക്ക് കൊണ്ടുവന്ന പഴയ ഗൾഫുകാരൻ നമ്മളെ ചേറൂർ സാഹിബ്, ചേറൂർ സാറിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പക്ഷേ തുടക്കത്തിൽ ചേറൂർ സാർക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് അയാള് ഏതവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും ഉമർ ഉസ്താദിന്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാളെ പേര് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ചേർന്ന് ബിജു BK സാർക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും എൻ്റെ പേര് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ അവസരം കൊടുത്ത ഞാനല്ലേ, കൊണ്ടുവന്ന് വളർത്തിയ ഞാനല്ലേ. ഇതേപോലെ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് വളർത്തുന്ന ആളുകൾ നാളെ നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ടേ നിൽക്കൂ. അതിന് വളരുന്ന ഇൻഡസ്ട്രി നൽകി, ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി നൽകി നിങ്ങൾ കൂടെ നിൽക്കുക. ഇനി അടുത്ത ഓപ്പറേഷൻ വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. GCC കൺട്രീസിലെല്ലാം നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോഴേക്കും ഒരു പക്ഷേ ഇന്ന് ഇവിടെയുള്ള സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ വിദേശത്തുള്ളവരുണ്ട്. ഇത് GCC കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ആദ്യം എത്തിക്കുന്ന ആരായിരിക്കും? ഇന്ത്യ രാജ്യത്ത് ഗൾഫ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് കേരളക്കാരാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫുകാരുള്ളത്
മലപ്പുറത്താ. അപ്പോൾ ശരിക്കും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മലപ്പുറം ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് മാറും എനിക്ക് തോന്നുന്നത്. അത്രയും ആളുകൾക്ക് സ്പോട്ടിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി. അവരൊക്കെ ബന്ധുക്കൾ മലപ്പുറത്ത് ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗൾഫുകാരുണ്ടാവും. 4 ആൺകുട്ടികളുടെ 3 പേരും മിക്കവാറും പുറത്തേക്കും. അപ്പം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാം. ഏറ്റവും ഈസിയായി അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുക. അവിടെ അറബികളെ സംബന്ധിച്ച് ബൈയിങ് കപ്പാസിറ്റി കുറവൊന്നുമില്ല. അവിടെ സകലത്തിനും ഷുഗർ ഉണ്ട്, സകലത്തിനും കിഡ്നി സ്റ്റോൺ ഉണ്ട്. കിഡ്നി സ്റ്റോൺ സ്വഭാവം എന്താ? എത്ര സർജറി ചെയ്താലും പിന്നെയും ഉണ്ടാവും. ആ സമയത്ത് സർജറി ഇല്ലാതെ കിഡ്നി സ്റ്റോൺ മുഴുവനും ഉരുക്കി ഒലിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ അടുത്തുണ്ട്, യൂറിഫ്ലഷ്. ഇത് കൊടുത്താൽ അറബി നാട് മുഴുവൻ നടന്നു വെക്കും. നമ്മളെ 95, നമ്മളെ ഡയബാലൈസ്, അവിടെ ഷുഗർ പേഷ്യൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഷുഗർ പേഷ്യൻസിന് ഡയബാലിക് ഉപയോഗിച്ചാൽ കിട്ടുന്നതിനേക്കാൾ റിസൾട്ടാണ് ഗൾഫിൽ കിട്ടിക്കൊടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അറബികൾക്ക് നമുക്ക് ഇവിടെ ഒരാൾക്ക് അവിടെ ഷുഗർ 400, ഇവിടെ 400, ഇവിടുത്താക്കും അവിടുത്താക്കും ഒരേപോലെ ഡയബാലിക് കൊടുക്കുക. അവിടെയാണ് റിസൾട്ട് കൂടുതൽ. കാരണം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ സലാഡ്സ് വല്ലാണ്ട് കൂട്ടി കഴിക്കുന്നുണ്ട്, ഇല ഭക്ഷണം ഒരു വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇല കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് കഷ്ണം മാത്രം തിന്നുന്നവരാ, അത് റൈസ് മാത്രം തിന്നുന്നവരാ, അത് കണ്ടമാനം കഴിക്കുന്നവരാ. അപ്പോൾ ആ ഒരു മാറ്റവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഗൾഫിലേക്ക് വലിയ സാധ്യത കണ്ടിട്ട് ഹലോ VD സതീശൻ സാറ് ഇപ്പം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്ര മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പറഞ്ഞു കേട്ട് 2000 തുടക്കത്തിൽ വണ്ടി കയറി പറവൂർ വന്നിട്ട് അവിടുന്ന് ഗംഭീര പണി തുടങ്ങിയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് നമ്മളും പ്ലാൻ ചെയ്യാം. ഈ 2027 കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5 കൊല്ലം 10 കൊല്ലം ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ആണെങ്കിലോ ഇത് ലീഗിൻ്റെ ഓഫീസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. എന്നാലും പറയാം, രാഷ്ട്രീയത്തിൽ അതിപ്പോൾ ഇടതായാലും വലുതായാലും തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചിട്ട് ആരാ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പറയാനായിട്ടില്ല എന്നും പറഞ്ഞുകൂടാ, നാളെയും പറഞ്ഞാൽ മിറ്റനും പറഞ്ഞുകൂടാ. എന്താ RC ആയാൽ KC പുറത്ത്, KC ആയാൽ VD പുറത്ത്, VD ആയാൽ 2 ആളും പുറത്ത്. അപ്പോൾ ഒരാൾക്കല്ലേ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുമിച്ച് നിന്ന് പണിയെടുത്താലും അവസാനം നിൽക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ഗ്രൂപ്പാവൂലേ? ഇവിടെ അതുമില്ലെന്ന്. ഇവിടെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു തർക്കവും ഇവിടെ ഇല്ല. പിന്നെ തോറ്റേൻ്റെ വിഷമം അതും ഉണ്ടാവില്ല. ഹലോ, തോറ്റോൽക്കൊരു ബേജാറ് എനിക്കറിയാം. എങ്ങാനത്തെ തോൽവി പ്രതീക്ഷല്ല. ആ ബേജാറും ഇവിടെ ഇല്ല. അവിടെ കുറച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്യാത്തവർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. എന്ന് തുടങ്ങിയാൽ മതി. അപാരമായ സാധുള്ള ഇൻഡസ്ട്രിക്കകത്തേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി വരിക. എന്നിട്ട് നന്നായി ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. 1 or 2 കൊല്ലം കൊണ്ട് ഫാസ്റ്റായ ഒരു ചേഞ്ച് ഈ ഇൻഡസ്ട്രിക്കകത്ത് വരാൻ പോവാണ്. പിന്നെ കമ്പനി ലിസ്റ്റ് ഓൾമോസ്റ്റ് ഫൈനലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 13 കമ്പനി ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ഹലോ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലീഗലായ കമ്പനി ലിസ്റ്റ് പുറത്തുവിടുന്ന ഞാൻ കുറേ കാര്യം പറയുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ, സർക്കാർ കാര്യങ്ങൾ മുറ പോലെതാണ്. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അതിന് ഉടനെ വരും. അത് മാത്രമല്ല, പലരും പറഞ്ഞു കേട്ടിന് നമ്മളെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് പണ്ടത്തെ നെറ്റ്വർക്ക് ലീഡറാണെന്ന്. അങ്ങനെ ഒരു വിവരം ഉണ്ടിട്ടാ. അതും വലിയ സന്തോഷമായിരിക്കുന്നത്. മുമ്പർക്ക് ഇത് പൾസർ അറിയാലോ. ചെയ്തത് ഏതോ നിങ്ങൾക്കറിയില്ല. എന്തായാലും ശരി, ഇത് പൾസർ ചെയ്യുന്ന ഒരാളെ പിന്നെ മുകളിലുള്ളത്. അപ്പോൾ ലിസ്റ്റും വേഗം വരും, സപ്പോർട്ടും കൂടെ ഉണ്ടാവും. ഇനി എങ്ങാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സമരം നടത്തി വലിയ പരിചയമുള്ള പ്രതിപക്ഷത്തുള്ളത്. അതിനകത്ത് സംഘടന ഭയങ്കര ശക്തമാണ്. അവർക്ക് വെറുതെ നേരം ഉണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും നമ്മൾ സേഫാ. പിന്നെ മറ്റുള്ള മേഖലയിലെ തൊഴിൽ സംസ്കാരമല്ല ഇതിനകത്തുള്ളത്. മറ്റുള്ള മേഖലക്കകത്ത് പരസ്പരം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ തെറി വിളിക്കുന്ന സമയത്ത് ഇവിടെ സാറേ 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 വിളി മാത്രമേ ഉള്ളൂ. അയ്യൂബ് സാറ് ഇതിനകത്തുള്ള ലീഗിൻ്റെ STU സംഘടനേൻ്റെ എന്തോ സംസ്ഥാന ഭാരവാഹിയാണ്. ഹലോ, ഞാൻ CITUവിൻ്റെ ഭാരവാഹിയാണ്. പിന്നെ ശ്രീധർ സാറ് INTUCൻ്റെ ഭാരവാഹിയാണ്. സുബീർ സാറ് BMSൻ്റെ ഭാരവാഹിയാണ്. സംസ്ഥാന ഭാരവാഹികളാണ്.
ഇവരൊക്കെ ഒറ്റക്കെട്ടായി തോളിൽ കയറ്റിട്ട് സാറേ വിളിച്ചാൽ പോവുക. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോകുന്ന നിങ്ങൾ കണ്ടിക്കണോ? ഇവിടെ മാത്രമേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭരണം പോയാലും പ്രശ്നമില്ല, മറ്റവൻ്റെ കയ്യിൽ ഉണ്ടായാൽ മതി. ഹലോ, ഞാൻ നിൽക്കുന്നതിന് ഭരണം പോയാലും കുഴപ്പമില്ല, ഇപ്പുറത്തെ അയ്യൂബിന് എടുത്തുണ്ടായാൽ മതി, ഇപ്പുറത്തെ ശ്രീധരൻ്റെ അടുത്തുണ്ടായാൽ മതി. ലെഫ്റ്റും റൈറ്റും ആണല്ലോ ഇവർ നിൽക്കുന്നത്, വേറെ ഒന്നും നോക്കാനില്ല. അതാ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഗുണം. ഇനി എനിക്കുണ്ടായാൽ ഒരു രണ്ടാളും കൂടെ വന്നാൽ മതി. റമീ സാർ അതിൻ്റെ ആളാട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. മുമ്പ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ അതിന് കൊണ്ട് എത്തിയിട്ടുള്ളുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. പൊളിറ്റിക്കൽ സപ്പോർട്ട്, ട്രേഡ് യൂണിയൻ സപ്പോർട്ട്, ലോകത്തെ ഏറ്റവും കൂടിയ വളർച്ച വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി നിലയ്ക്കുള്ള അതിനൊരു സപ്പോർട്ട്, കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട്, ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ ഉമർ ഉസ്താദ് എൻ്റെ ടീമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇയാൾ എന്താവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഹലോ, എന്നാ അല്ല, അങ്ങനെ തോന്നാനുള്ള കാരണം മൂപ്പര് ഒരു ഡ്രസ് കോഡും മൂപ്പര് ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഇത് നടക്കുമെന്ന്. പക്ഷേ പിന്നെ കാണുന്നത് ഏറ്റവും മുമ്പിൽ ഓടുന്ന മൂപ്പര കൂടെ ഞങ്ങൾ ഓടിയെത്തുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അവര് ഈ വളർച്ചയില്ലേ. പിന്നെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ രണ്ട് മക്കളെയും നാട്ടിലുള്ളവനെയും ഗൾഫുള്ളവനെയും വിളിച്ചു വരുത്തിയിട്ട് കൂടെ ഒരുമിച്ചിറക്കിയ ഏക ലീഡർ അതാണ്. അല്ല, സ്വന്തം ഉപ്പാക്ക് സ്വന്തം മക്കളെ ഭാവിയിലകത്ത് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പോൾ രണ്ട് മക്കളെയും വിളിച്ച് ഫുൾ ടൈം ഇത് ചെയ്താൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിലുള്ള ബിലീഫ് എന്തായിരിക്കും നമുക്ക് ഊഹിച്ചറിഞ്ഞൂടെ? ഞാൻ പറയാം, തൊമ്മനും മക്കളെന്നാ. അങ്ങനെ രണ്ടാള് മൂന്നാളൊരു എവിടെയും ഫാമിലി ബിസിനസ് എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരുന്ന എൻ്റെയർ ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ അയാളാണ്. ആള് ഭാര്യ മക്കൾ എല്ലാവരും വിളിച്ചിട്ടാ പോവുക. അതുകൊണ്ട് എന്താ, ഒരു GTS മൂപ്പറിന് ടീം ഉണ്ടാവും. മൂപ്പരും ഭാര്യ മക്കളോട് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഹോം മീറ്റിങ്ങിന് ആള് കുറവില്ല. ഇപ്പൊ കലാപരിപാടി നന്നായിട്ട് മോനെ പഠിപ്പിക്കുകയും ചെയ്തത്. ഇതിലേക്കാൾ കൂടുതൽ എങ്ങനെ ഒരു ബിലീഫ് പാസ് ചെയ്യാൻ പറ്റുക? ഒരാൾ പറയുന്നതല്ല, ഒരാൾ ചെയ്യുന്നതല്ലേ പ്രധാനം. ഹലോ, ചെയ്ത് കാണിക്കുന്നതല്ലേ പ്രധാനം. ആ ചെയ്ത് കാണിച്ചുകൊണ്ട് റോൾ മോഡലായി നമ്മളെ കൂടെ വന്നു അയാളെല്ലാ പരിമിതികളും ബ്രേക്ക് ചെയ്ത് എൻ്റെയർ ഏജിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റായി ഏറ്റവും വേഗത്തിൽ, ഇത്ര വേഗത്തിൽ CTC ആയ വേറൊരു ലീഡർ ഇല്ല. അവർ കയ്യിലേക്ക് കൊടുത്തൂടെ? ആ വേഗം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം വളർന്നുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെയർ ഏജിലെ ഏറ്റവും വേഗത്തെ ITC ആയി അദ്ദേഹം മാറട്ടെ. നിങ്ങളത് മാറ്റണം എന്നാ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനൊക്കെ ഹൃദ്യമായ നന്ദിയും വിജയാശംസകളും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്.